ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉത്തരവിറക്കിയത്. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പരാതി ഡിജിപി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുന്നത്. ചോർച്ചയിൽ തുടർ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗം വൈകിട്ട് ചേരും. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളെ സഹായിക്കുന്നതിന് വേണ്ടി അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായത് എന്നതാണ് പ്രാഥമിക നിഗമനം. SSLC ഇംഗ്ലീഷ് +1 ഗണിതം പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നത്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന കൊടുവള്ളിയിലെ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും പരസ്യ പ്രതികരണത്തിനില്ലെന്നും MS സൊല്യൂഷൻ സിഇഒയും സ്ഥാപകനുമായ ഷുഹൈബ് പറഞ്ഞു. യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGPക്ക് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. SSLCയുടെയും +1ന്റെയും ചോദ്യപേപ്പറുകളാണ് തലേ ദിവസം യൂട്യൂബ് ചാനലുകൾ ചോർത്തി നൽകിയത്. ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്ന MS സൊല്യൂഷൻസാണ് സംശയനിഴലിൽ. വിവാദം ശക്തമായതിനു ശേഷം കൊടുവള്ളിയിലെ സ്ഥാപനം അടഞ്ഞുകിടക്കുകയാണ്. എതിരാളികളായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ആരോപണത്തിന് പിന്നിലെന്നായിരുന്നു MS സൊല്യൂഷൻസിന്റെ ആദ്യ വാദം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പുറമെ കൂടുതൽ കടുത്ത പരാതികളാണ് സ്ഥാപനം നേരിടുന്നത്. ക്ലാസ് എടുക്കുന്നതിനിടെ മുണ്ടഴിക്കുന്നതിന്റെ അടക്കമുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു. MS സൊല്യൂഷനും അധ്യാപകരും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സംശയം. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയ അധ്യാപകരുടെ പേരുവിവരങ്ങൾ നൽകാൻ പ്രധാന അധ്യാപകരോട് കോഴിക്കോട് DD ആവശ്യപ്പെടുകയും ചെയ്തു. ഭാവിയിൽ ഇത് ചോരുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണം. 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലത്തിന്റെ നിർണായക രേഖയാണ്. ചോർന്നു പോകാൻ പാടില്ല. ചോർച്ച എങ്ങനെ ഉണ്ടായെന്ന് അന്വേഷിച്ചേ തീരൂ. പരീക്ഷാ രീതിയിൽ മാറ്റം വരണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ചോർത്തിയാൽ പരീക്ഷാ നടത്തിപ്പിന്റെ വിശ്വാസ്യതയെ ബാധിക്കാത്ത തരത്തിലുള്ള ചോദ്യം വേണം. ഓപ്പൺ ടെസ്റ്റ് പോലുള്ളവ പരീക്ഷിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗം വൈകിട്ട് ചേരും. ഇതിൽ കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമാകും. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം അധ്യാപകരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തണം. ആരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായാലും വലിയ നടപടി തന്നെ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിലൂടെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതേസമയം ആരോപണങ്ങളെല്ലാം യൂട്യൂബ് ചാനൽ CEO കഴിഞ്ഞ ദിവസം നിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നത്.